കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമെന്ന സൂചന. അന്തിമ തീരുമാനം നാളെയാണ് ഉണ്ടാകുക. ഈ വാർത്തയുടെ വിശദീകരണവുമായി ഡി ബിനോയാണ് ചേരുന്നത്. ഡി ബിനോയ്, അല്പം മുൻപാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും കേട്ടത്. വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ ഒരു ചുമതല അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നൊരു വിവരമാണ് ലഭിച്ചത്. എന്തായാലും അന്തിമ തീരുമാനം നാളെയാണ് ഉണ്ടാകുക. വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല എന്നുകൂടി ഇതിനെ പറയണം, അല്ലേ ബിനോയ്? കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെ ഇതിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നലെ ചില പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും ആ തീരുമാനങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയായിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. കാരണം മുഖ്യമന്ത്രിക്ക് താല്പര്യം മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. മാത്രവുമല്ല, IAS ഉദ്യോഗസ്ഥനാകുമ്പോഴേക്കും അവർക്ക് ഭരണ നിർവഹണത്തിൽ അവരുടെ കഴിവ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രകടിപ്പിക്കാൻ കഴിയും. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന മന്ത്രി N. വാസവൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ ഒരു കാര്യം. ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു, പിന്നീട് അറിയിക്കുമെന്നുള്ളത്. അതായത് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കെ ജയകുമാർ IASുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അതൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നാളെയാണ് അന്തിമ തീരുമാനം. മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിനു ശേഷം കെ ജയകുമാറുമായിട്ടൊരു ചർച്ചയുണ്ടാകും. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ശബരിമല സ്പെഷ്യൽ ഓഫീസറായിട്ട്, അന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതി ഇല്ലാത്ത സമയത്ത് ഒരു തീർത്ഥാടന കാലം ദേവസ്വം സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ IAS ശബരിമല സ്പെഷ്യൽ ഓഫീസറായിട്ട് ചുമതല ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ബന്ധവും ഈ ഉത്സവ പരിപാടികൾ നടത്തിയുള്ള പരിചയവും കെ ജയകുമാർ IASനുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ഈ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു മുഖം രക്ഷിക്കലാണ്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ, അതായത് ഇത് വളരെ നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 20 വർഷത്തിന് മുമ്പാണ് നേരത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പദവിയിലുണ്ടായിരുന്ന ഒരാൾ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. അത് കേരള സർവകലാശാലയിൽ നിന്നും വിരമിച്ച വൈസ് ചാൻസലറായിരുന്ന N. ബാബുവിനെ അന്ന് ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി നിയമിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് വലിയ തരത്തിൽ രാഷ്ട്രീയ നിയമനങ്ങളും ജാതിപരമായ നിയമനങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാൽ അതിനെയെല്ലാം പിന്തള്ളിക്കൊണ്ട് വളരെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നതാണ് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ നാളെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ IMG ഡയറക്ടറാണ് അദ്ദേഹം. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ മാസ്റ്റർ പ്ലാൻ സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ കൃത്യമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഭൂമി ദേവസ്വം ബോർഡിന് വനം വകുപ്പിന്റെ കയ്യിൽ നിന്ന് വിട്ടുകിട്ടിയപ്പോൾ അതും അവിടെ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം എന്ന കാര്യത്തിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത് കെ ജയകുമാർ അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന സമയത്തും ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തുമാണ്. മാത്രവുമല്ല, അദ്ദേഹം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും, അതായത് ഈ ശബരിമലയിലെ ഈ കെട്ടിടങ്ങൾക്ക് പെയിന്റ് അടിക്കുന്ന കാര്യത്തിൽ പോലും നിർണായകമായ തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല ഭരണാധികാരി എന്ന നിലയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൃത്യമായി നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിവാദങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനാകും. നല്ല ഒരു ഓഫീസറായി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കെ ജയകുമാർ IASനെ ഈ പദവിയിലേക്ക് എത്തിക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നാളെ മാത്രമായിരിക്കും അതിന്റെ അന്തിമ തീരുമാനം ഉണ്ടാവുക. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് ഡി ബിനോയാണ്.